എഞ്ചിനീയറിംഗ് വിസ്മയമായി ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി. കടലിനടിയിലെ ആദ്യത്തെ ട്രെയിൻ തുരങ്ക നിർമ്മാണത്തിൽ പുരോഗതി. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ ഭാഗമായിട്ടാണ് തുരങ്കം നിർമ്മിക്കുന്നത്. 21 കിലോമീറ്റർ നീളമുള്ള ടണലിന്റെ 7 കിലോമീറ്റർ ഭാഗവും കടലിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപനുണ്ട്. നന്ദൻ, വളരെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. രാഖി, മുംബൈയിൽ നിന്നും അഹമ്മദാബാദ് വരെയുള്ള 508 കിലോമീറ്റർ ദൂരം യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയമായി ഈ പദ്ധതി മാറുകയാണ്. ഭൂചലന മുന്നറിയിപ്പിനായി ഏതാണ്ട് 28 സെസ്മോമീറ്ററുകളാണ് ഈ പാതയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഭൂഗർഭ എലിവേറ്റഡ് പാതകൾ എന്നുള്ളതും ഇതിൻ്റെ ഏറെ പ്രത്യേകതയാണ്. നദികൾക്ക് കുറുകെ 14 പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കടലിനടിയിലൂടെയും കുന്നുകൾക്കിടയിലൂടെയുമുള്ള പാതകളെന്ന പ്രത്യേകതയും ഈ മുംബൈ ബുള്ളറ്റ് ട്രെയിൻ, മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനുണ്ട്. ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായതായിട്ടാണ് ഇപ്പോൾ അറിയിപ്പ് ലഭ്യമായിട്ടുള്ളത്. മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ബാന്ദ്ര കുർള കോംപ്ലക്സിന്റെ തുരങ്കത്തിന്റെ ആദ്യഘട്ടമായ 2.7 കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കൂടാതെ BKC മുതൽ ശിൽഘാട്ട വരെയുള്ള 21 കിലോമീറ്റർ തുരങ്കപാതയിൽ 7 കിലോമീറ്റർ കടലിനടിയിലൂടെയാണ് BKCയിൽ നിന്ന് ആരംഭിക്കുന്ന തുരങ്കം വിക്രോളി, അതേപോലെ തന്നെ ഖൻസോളി മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത്. പദ്ധതിയുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷനാണ്. ഇവരാണിപ്പോൾ ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചതായി വ്യക്തമാക്കിയിരിക്കുന്നത്. 16 കിലോമീറ്റർ ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചും അതേപോലെ തന്നെ 5 കിലോമീറ്റർ ഓസ്ട്രേലിയൻ ടണൽ രീതിയും ഉപയോഗിച്ചാണ് ഈ പാതയൊരുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ജപ്പാൻ സർക്കാരിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ഈ 508 കിലോമീറ്റർ വരുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാതയൊരുക്കുന്നത്. മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് ലിമിറ്റഡ് സ്റ്റോപ്പായിട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ യാത്ര ചെയ്താൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനാകുമെന്നുള്ളതും ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ സാധാരണ ബുള്ളറ്റ് ട്രെയിൻ എന്ന നിലയിലും ഈ പാതയിലൂടെ ട്രെയിൻ ഓടിക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് 2 മണിക്കൂർ 45 മിനിറ്റ് നേരം കൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഗുജറാത്തിൽ 300 കിലോമീറ്റർ ഏതാണ്ട് പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അടുത്ത വർഷം ബില്ലിറോമയ്ക്കും അതേപോലെ തന്നെ സൂറത്തിനുമിടയിൽ 48 കിലോമീറ്റർ സർവീസ് നടത്താനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ പരീക്ഷണ ഓട്ടത്തിനായിട്ടുള്ള ഷിൻകാൻസർ E3, E5 എന്നീ ട്രെയിനുകൾ അടുത്ത വർഷം അവസാനത്തോടുകൂടി ജപ്പാനിൽ നിന്നും ഭാരതത്തിൽ എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 2027 പദ്ധതി പൂർത്തീകരിച്ച് 2028 ഈ പദ്ധതി പൂർണ്ണമാക്കി ഈ പാത പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാനാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പദ്ധതിയിടുന്നത്. നന്ദൻ, എഞ്ചിനീയറിംഗ് വിസ്മയമായി ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി. കടലിനടിയിലെ ആദ്യത്തെ ട്രെയിൻ തുരങ്ക നിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടായിരിക്കുകയാണ്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ ഭാഗമായിട്ടാണ് തുരങ്കം നിർമ്മിക്കുക. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് നന്ദഗോപനാണ്.